ഇന്നലെ രാത്രി വന്നെങ്കിൽ ഇക്കര കടന്നില്ല. കാരണം ഇക്കര വരാത്തതെന്ന് വെച്ചാൽ ആനയ്ക്ക് ബുദ്ധിയുള്ള സാധനമാണ്. അതിനറിയാം ഇനി ഞാൻ ഇവിടെ കയറി നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ആളുണ്ടാവുന്നുള്ള അതിനറിയാം. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ശാന്തമായി കഴിയുമ്പോൾ അവർ വീണ്ടും വരും. ഇവിടെ അടുത്ത ഏരിയയിലൊന്നും ആർക്കും കൃഷിയില്ല. ഒരാളും കൃഷി ചെയ്യാൻ തയ്യാറില്ല. ആരെങ്കിലും വീട്ടിൽ 1-2 വാഴ വെച്ചെന്നല്ലാതെ ഒരാളിത് ചെയ്യാൻ തയ്യാറില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് കൊണ്ട് തിന്നിട്ടേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമുക്ക് വിഷമുണ്ടെങ്കിൽ വിഷമുണ്ടെങ്കിൽ നമുക്ക് അടക്കം വരുള്ളൂ. വരും തലമുറയൊന്നും ഇത് ചെയ്യാനും പോകുന്നില്ല. കാരണം മുട്ടിന് ഡയലിസിസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം കർഷകരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുക. എന്ത് കൃഷി ചെയ്യേണ്ടേ? ഇപ്പോൾ ഇങ്ങനെയുള്ള വാഴക്കൃഷിയോ അല്ലെങ്കിൽ കപ്പ കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാറുള്ളൂ. അതിനകത്ത് ഇപ്പോൾ കുറേ കുരുമുളകും ഇതൊക്കെ അണ്ടിയും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. നമുക്ക് ഭക്ഷണമല്ല ആവശ്യം. അത് നമുക്കിവിടെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ മൂക്കാത്തോ എല്ലാം വലിച്ചു പറിച്ച് നാശാക്കിട്ടേക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇതിവിടെ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ. ഇത് ആനയും പന്നിയും മുള്ളനും ഇല്ലാത്ത ജീവിയൊന്നും ഇല്ല. മനുഷ്യർക്ക് തിന്നാനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതിലാണ് കയറി വരുന്നത്. ഇത് തീറ്റയില്ലാണ്ടാണെങ്കിൽ നോക്കിയാൽ ഇത് ഇത്രയും നല്ല ഈറ്റയൊക്കെ ഇവിടെ നിൽക്കുന്നു. ഈറ്റയൊന്നും വേണ്ട. ഈറ്റയെല്ലാം തൊട്ടിട്ട് പോലും ഇല്ല. അത് മുഴയുണ്ട്, കൊമ്പനും ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. മുഴയുണ്ടെന്ന് അവർ പറഞ്ഞോ? മുഴ നമ്മൾ കാണുന്നല്ലേ. ഈ വലിയ കാൽപ്പാട് കാണുന്ന അതിൻ്റെയാ. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം കൊല ഉണ്ടായിരുന്നു. അല്ല ഞാൻ അവർ അടുത്ത വീട്ടുകാരുടെ എന്തോ ഇത് മൊത്തം തീർത്താ? ഇതെല്ലാം മൊത്തം തീർത്താത്. ഇതിന്റെ എന്താ തിന്നപ്പോ? അതിനൊന്നും നിന്നിട്ടില്ല. അത് വലിച്ചോടിച്ച് അവിടെ ഇട്ടു. വെറുതെ കളഞ്ഞേക്കോ. കൊലച്ച വാഴ ഇതെല്ലാം തട്ടി മറിച്ചിട്ടാണ് എല്ലാം നശിപ്പിച്ചിട്ട്. അതെല്ലാം ഞാൻ ഇന്നലെ അതിന്റെ കൊലകുത്തി ഓരോരുത്തർ കൊടുത്താ. കൊലകുത്തി ഓരോരുത്തർ കൊടുത്താ ശരിക്കും മൂത്തില്ല. പിന്നെ ഓരോരുത്തർ കറിവൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട് കൊല ഒടിച്ചിട്ട് അതിന്റെ മൂത്തൊക്കെ കമ്പിളി തിന്നേച്ച് പോയതുകൊണ്ട് വാഴക്കായും തിന്നുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ സാധനം വാഴക്ക തന്നെയല്ല. പക്ഷേ ഇതിവിടെ വാഴയും തിന്നു, വാഴക്കായും തിന്നു. അതും തിന്ന് പഠിച്ചു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പാലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആർളം ഫാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർളം ഫാം ഭാഗത്തു നിന്ന് ഇറങ്ങിയ കാട്ടാന ഈ ഒരു പ്രദേശത്തെ നിരവധി വാഴകളാണ് നശിപ്പിച്ചത്. അതെല്ലാം ഒരു കർഷകന്റെ വാഴയാണ് നശിപ്പിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ആർളം ഫാമിലെ ഭീകരമായ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ എപ്പിസോഡുകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയും വരാൻ കിടക്കുന്നുണ്ട് ഒത്തിരി എപ്പിസോഡുകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് പോരാഞ്ഞിട്ട് ആനകൾ നേരെ പുഴ കടന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങി ഇപ്പോൾ നശിപ്പിക്കൽ തുടങ്ങി. ഫെൻസിങ്ങും ഒന്നും ഇപ്പോൾ ആനയ്ക്കൊരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടെ നാശനഷ്ടം സംഭവിച്ചത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ബാബു. എന്താ ചേട്ടാ ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി ഇത് വെള്ളിയാഴ്ച രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും ആർല ഫാമിൽ നിന്ന് ഒരു 4-5 ആന വന്നിട്ട്, ഞാനിവിടെ പാലപ്പുഴ കൂടലാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10,600 വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, നേന്ത്രവാഴ. അപ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേന് ആന വന്നിട്ട് അതിനകത്ത് കയറി എൻ്റെ ഒരു 10-600 വാഴയോളം കുലയ്ക്കാത്തതായിട്ട് കളഞ്ഞു. ഒരു 10-600 നശിപ്പിച്ചിട്ടുണ്ട്. ആന അതിനകത്ത് വന്നിട്ട് പിറ്റേ ദിവസമാണ് ആന രാവിലെ പോകുന്നത്. തലേദിവസം രാത്രി വന്നിട്ട് ഒരു രാത്രി മൊത്തമാണ്. നിങ്ങൾക്ക് അത് അവിടെ നോക്കിയാൽ മനസ്സിലാവുന്നത്. അപ്പോൾ കുലച്ചത് മൂത്ത വല്ല വാഴക്കൊല ഉണ്ടായിരുന്നു. മൂത്ത വാഴക്കൊല ഇല്ലെന്ന് പറഞ്ഞാൽ ആന കാപ്പറിച്ച് തിന്നു. എന്നിട്ട് അതിൻ്റെ പിണ്ടി മാത്രമായിട്ട് അങ്ങനെ കിടക്കുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെ ആന വന്നിട്ടില്ല. ഇല്ല, ഇതിന് മുമ്പ് വന്നിട്ടില്ല. ഇതിനകത്ത് അക്കരക്കട പോയിരുന്നു. ഇതിങ്ങോട്ട് ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കയറുന്നത്. എനിക്ക് തോടിന്റെ അപ്പുറം, തോടിന്റെ സൈഡാണ് തോന്നുന്നു സ്ഥലം. പോൾ സൈഡാണ്. അതിന്റെ അപ്പുറം ഫാമല്ല? അല്ലല്ല, ഫാം കുറെ മുകളിലാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഫാമിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. പോർഷേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട് വനത്തിലേക്ക്. ഇതിപ്പോ ഇതിന് നേരെ അക്കര പറമ്പത്തക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്, ആർളം പഞ്ചായത്ത്. ആനകൾ മൊത്തം ഫാമിലുണ്ടല്ലോ. ആർളം മൊത്തം 10-40 ഉണ്ടെന്നാണ് അവർ പറഞ്ഞേ. അപ്പോൾ പോർഷാരെല്ലാം വന്ന് നോക്കി, അവരങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോയി. അവർ പറഞ്ഞ് നഷ്ടപരിഹാരത്തിന് അപേക്ഷ വെക്കാൻ പറഞ്ഞു. അവർ നഷ്ടപരിഹാരം തന്നാൽ തന്നെ ഒരു എന്തെങ്കിലും കിട്ടിയെങ്കിലായി, അതേ ഉള്ളൂ. കാരണം 100 രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ 50 രൂപയ്ക്ക് അവർ തരുള്ളൂ. കാരണം അവരെപ്പോഴും ഇങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള അവർ ശ്രമിക്കുകയുള്ളൂ. നഷ്ടപരിഹാരം കർഷകന് കൃത്യമായിട്ട് ലഭിക്കാനൊന്നും അവർ നോക്കിയാൽ. എത്ര വാഴ ചേട്ടൻ വെച്ചത്? ഞാൻ ഇവിടെ 1600 വാഴകളും വെച്ചിട്ടുണ്ട്. ഞാൻ 1.25 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. 2 ഏക്കർ തന്നെ പറയാം. ഞാനിത് മൊത്തം 10 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ഈ 10 ഏക്കർ സ്ഥലം മൊത്തം എടുത്തിട്ട് ഞാൻ 2 ഏക്കർ വാഴയും വെച്ച് ബാക്കി മൊത്തം തീറ്റപ്പുല്ല് ചെയ്താ. തീറ്റപ്പുല്ല് കൃഷി ചെയ്തിരുന്നു. തീറ്റപ്പുല്ല് കൃഷിയായിരുന്നു ബാക്കി മൊത്തം. ഇപ്പോൾ കണ്ണൂർ പഞ്ചായത്തിലെല്ലാം ജില്ലയിലെല്ലാം മുഴുവൻ നമ്മളാണ് ഈ തീറ്റപ്പുല്ല് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് നമ്മളാണ്. അതാണ് എൻ്റെ ഈ പുല്ലും അതിൻ്റെ തണ്ടും അതിൻ്റെ കർഷകർ നടാനുള്ള വിത്തുകളെല്ലാം വിതരണം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് ആ പറമ്പൊന്ന് കാണിച്ചു തരാം. പിന്നെ തീർച്ചയായിട്ടും. ചേട്ടൻ പിറ്റേ ദിവസം അല്ലേ അറിഞ്ഞ സംഭവം? പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത്. കാരണം ആന വന്നത് ആരും അറിഞ്ഞില്ല. കാരണം പതിവ് പോയല്ലേ? അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. പുഴയുടെ അപ്പുറം ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടല്ലേ ഫാം വരുന്നത്? പുഴയുടെ അപ്പുറത്തോട്ട് ഇല്ല, ഫാം അങ്ങോട്ടാണ് കിടക്കുന്നത്. ആ സൈഡൊക്കെ അല്ലേ? ആനയൊന്നിട്ട് നീ പഠിക്കണ്ട, ആനയെല്ലാം പോയി. മൊത്തം തീറ്റപ്പുല്ലായിരിക്കും അല്ലേ? അവിടെയെല്ലാം തീറ്റപ്പുല്ലായിരുന്നു. ഇതിപ്പോൾ കാലാവധി കഴിഞ്ഞു എൻ്റെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത മാർച്ച് വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ കൃഷി പുതിയ എടുത്തിട്ടുണ്ട്.
പുതിയ സ്ഥലം ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇത് അതായത് ശനിയാഴ്ച വെളുപ്പിന് ആന പോയത്? ശനിയാഴ്ച വെളുപ്പിനാണ് ആന പോകുന്നത്. അതിനകത്തൊരു പോർഷൻ്റെ വാച്ചറുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഇറങ്ങി വന്നായിരുന്നോ? ഇന്നലെ വന്നു, ഇന്നലെ രാത്രി വന്നു. പക്ഷേ ഇന്നലെ രാത്രി ഇക്കരെ കയറിയില്ല. ആ പുഴക്കട വന്നിട്ട് താവോട്ട് പോയത്. ആണല്ലേ? ആ, കാരണം ഇന്നലെ രാത്രി വന്ന് ഈ അപ്പുറത്തെ വീട്ടുകാർ അറിഞ്ഞു. പടക്കം പിടിച്ചല്ല, അവരെന്നെ വിളിച്ച് പറഞ്ഞു തന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ ഓടി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറിയില്ല, നേരെ ആ വഴി അങ്ങ് പോയത്. ഇനി വരാൻ ശ്രമം നടത്തുന്നുണ്ടല്ലേ? അത് വരും, എന്തായാലും ഉറപ്പായിട്ടും വരും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ എൻ്റെ വഴിയാ? ഇതെല്ലാം എൻ്റെ വാഴയായിരുന്നത്. വാഴയാട്ടോ ഇവിടെ. ഇതങ്ങ് കുറേ അങ്ങോട്ടുണ്ട് കുറേ. ഇത് ഇവിടെ ഇതുകൊണ്ട് ഇവിടെ വരെ ആന കയറി വന്നു. ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നു കിട്ടിയിട്ട്, ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിയാണ് കൂടുതൽ, അപ്പോൾ അതിൻ്റെ ചാണകത്തിന് ആവശ്യത്തിനൊക്കെ ആയിട്ട് പശുവിനെ കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ആ പശു ഇവിടെ നിന്നുകൊണ്ട് വെച്ചാൽ ഇവിടം വരെ വന്നിട്ട് അതിവിടെ തിരിച്ചു പോയി. അല്ല ഈ വാഴയെല്ലാം തകർത്തനെ. ആ, ഈ വാഴ തിന്നാൻ വേണ്ടിയാണ് കയറി വന്നത് ഇവിടെ. പക്ഷേ അപ്പോഴേക്കും ഇത് തിരിച്ചങ്ങ് പോയി ഇവിടുന്ന്. ഉണ്ട്, ഇതെല്ലാം കുലച്ച റോഷ വാഴയായിരുന്നു ഇതെല്ലാം. അങ്ങോട്ട് കളഞ്ഞു. ആ, ഇവിടെ മൊത്തം അങ്ങോട്ട് മൊത്തം നേരെ. ഇതൊന്നും അല്ല, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ഇവിടെ എന്നാ ഇങ്ങോട്ട് വന്ന വഴിക്ക് 4 ആനയുണ്ടെന്ന് ചേട്ടൻ കണ്ടത്? പിന്നെ അവർ ഈ പോർഷൻ്റെ വാച്ചറൊക്കെ ഉണ്ടല്ലേ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം കുലച്ച വാഴ. ഇതെല്ലാം തട്ടി മറിച്ചിട്ടാണ് എല്ലാം നശിപ്പിച്ചിട്ട്. അതെല്ലാം ഞാൻ ഇന്നലെ അതിൻ്റെ കൊലകുത്തി ഓരോരുത്തർ കൊടുത്താ. ആ, കൊലകുത്തി ഓരോരുത്തർ കൊടുത്താൽ ആ ശരിക്കും മൂത്തില്ല. പിന്നെ ഓരോരുത്തർ കറിവൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്താണത്. പിന്നെ ഇവിടെ കിടന്ന് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇതുണ്ട്, ഇവിടെ ഒരു പഴുത്ത കൊല ഉണ്ടായിരുന്നു. ആ പഴുത്ത കൊല കംപ്ലീറ്റ് വന്നത് പറിച്ച് തിന്നിട്ട് പോയതാ. ആ, ഇതുകൊണ്ട് അതിൻ്റെ കാല് കണ്ടോ, കാലിൻ്റെ പാട് കണ്ടോ? ഒരെണ്ണമൊന്നും അല്ല, ഇത് ഒരെണ്ണം ഇങ്ങോട്ട് വന്നുള്ളൂ, ബാക്കിയെല്ലാം അങ്ങോട്ടാണ് നിരത്തിയത് മുഴുവൻ. ഇവിടെ മുതൽ അങ്ങോട്ടാണ് കൂടുതലും കളഞ്ഞത്. ഇതുണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമുഖിയുടെ വാഴയായിരുന്നു. ഇത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ വാഴയുണ്ടല്ലോ, ആ വാഴയാണിത്. ആ വാഴയാണ് എല്ലാം അടിച്ച് തകർത്തിട്ടേക്കുന്നത്. കിടക്കുന്നുണ്ടോ? ഇതിന്റെ എന്താ തിന്നേപ്പോ? അതിനൊന്നും നിന്നിട്ടില്ല, അത് വലിച്ചോടിച്ച് അവിടെ ഇട്ടു. വെറുതെ കളഞ്ഞേക്കോ. അതിനെ കാമ്പെണ്ണെന്ന് വിചാരിച്ചിട്ടാ വലിച്ചോടിച്ചത്. പക്ഷേ ഈ സ്വർണ്ണമുഖി വാഴയ്ക്ക് കാമ്പ് തീരെയില്ല. ശരിക്കും കൊലക്കണ ഇച്ചിരി താമസം അതിന്. അതുകൊണ്ടാണ് സ്വർണ്ണമുഖി കളയായിരുന്നത്. ആൽപ്പാട് കണ്ടോ, വലിയ ആന കേട്ടോ. ഇവിടെ ഭീകരമായ അവസ്ഥ കേട്ടോ. ഒക്കെ ചവിട്ടി പോയേക്കുന്ന പാട് വാഴ കിടക്കുന്ന കിടപ്പാണ്. ഇതുണ്ടോ കൊല തിന്നിട്ടിട്ടേക്കുന്നുണ്ടോ? ഇതുണ്ടോ, മൂക്കാത്ത എല്ലാം വലിച്ചു പറിച്ച് നാശാക്കി ഇട്ടേക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇതിവിടെ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം. ഇത് ആ ഒരു കണ്ടം മൊത്തം തീർത്തു. ഇതുണ്ടോ, ഇത് ആന എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കി. ഒരാനയാണോ ഇത്? ഒരാനയല്ല. ഒരാനയൊന്നുമല്ല. ഇത് നോക്കി, ഇത് ഉള്ളിലെല്ലാം കണ്ടോ കിടക്കുന്ന. ഇത് കൂട്ടമാണിത്. കൂട്ടം എത്രങ്ങാനും. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം കൊല ഉണ്ടായിരുന്നു. അല്ല ഞാൻ അവർ അടുത്ത വീട്ടുകാരുടെ എന്തോ ഇത് മൊത്തം തീർത്താ? ഇതെല്ലാം മൊത്തം തീർത്താ. അത് ഒരു ഏരിയ മൊത്തം കളഞ്ഞോ? ഏരിയ മൊത്തം തീർത്താ. ഇത് വാഴപ്പിണ്ടി മാത്രം തീർത്തി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച കേട്ടോ. ഇതൊക്കെ രസമായി ചെയ്തുകൊണ്ടോ. ഇവിടുത്തെ വന്നിട്ട് ഈ ആന അതിൻ്റെ മൂത്ത കാ പറിച്ച് തിന്നേച്ച് പോയതുകൊണ്ടോ. കൊല ഒടിച്ചിട്ട് അതിൻ്റെ മൂത്ത കാ കംപ്ലീറ്റ് തിന്നേച്ച് പോയതുകൊണ്ട്. വാഴക്ക ഇത് കണ്ടോ, വാഴക്കായും തിന്നുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, വാഴക്ക തിന്നുന്നല്ലോ. സാധാരണ വാഴക്ക തന്നെയല്ല, പക്ഷേ ഇതിവിടെ വന്നിട്ട് വാഴയും തിന്നു, വാഴക്കായും തിന്നു. അതും തിന്ന് പഠിച്ചു അല്ലേ? അതും തിന്ന് പഠിച്ചു. അവിടെ അവിടെയല്ല മൂക്കാത്ത കൊല കിടക്കുന്ന. അവിടെ മൂക്കാത്ത കൊല തിന്നിട്ടില്ല, പക്ഷെ മൂത്ത കൊലയാണ് മുഴുവൻ തിന്നത്. വാഴ കണ്ട് മാത്രമായിട്ട് കിടക്കുന്നു. വാഴക്കൊല തിന്നു കേട്ടോ. അതവിടെ മാത്രമൊന്നുമല്ല, ഇവിടെ എല്ലാം തിന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ മൂത്ത കായെല്ലാം തിന്ന് നാശമാക്കി ഇട്ടേക്കോ. ഇതുണ്ട്, കൊല മാത്രമായിട്ട് കിടക്കുന്നു. വാഴ അവിടെ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല അല്ലേ? ആ, വാഴ അവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. അത് ആ പരുവത്തിൽ അതുപോലെ തിന്ന് കളഞ്ഞു. ഇതുണ്ടോ, അവിടെയൊക്കെ ഉണ്ടോ, അതൊക്കെ കുറേ തിന്നിട്ട് ബാക്കി ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം പിണ്ടം കിടക്കുന്നുണ്ടോ. ഇതെല്ലാം ചേട്ടൻ ജൈവമായിട്ട് ഉണ്ടാക്കിയ ജൈവ കൃഷിയായത്. ഇതുകൊണ്ടോ ഞാൻ മുഴുവൻ ട്രിപ്പ് തന്നെ ഇട്ട് എല്ലാം നനച്ച് ഉണ്ടാക്കിയ സാധനമായത്. ഇതുകൊണ്ടോ, അതുകൊണ്ടാണ് ഇത് തിന്നുന്നത്. ഈ കൂടാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ സാധനം തൊടിയല്ല. ആ, കൂടാനൊക്കെ ഇട്ട് വളർത്തുന്ന സാധനമാണെങ്കിൽ അത് തൊടിയല്ല. അതിൽ അതനങ്ങാതെ പോവുള്ളൂ, കാതിനിയല്ല. അത് ജൈവ രീതി ചെയ്തുകൊണ്ടാണ് ഈ സാധനം മുഴുവൻ ഇത് വന്നിട്ട് തിന്നുന്നത്. എന്തോ കളഞ്ഞേക്കുന്ന എങ്ങനെ സഹിക്കും.
ഇതുണ്ടോ ഇതെല്ലാം ഒരാനയോ രണ്ടാനയോ അല്ല ഇത്? അല്ലല്ല, എത്ര ആനയത്? പല സൈസ് കാലുകളുണ്ട്. ഇതുണ്ടോ പല സൈസ് പിണ്ണം കിടക്കാൻ നോക്ക്. പിണ്ടവും പല സൈസ്, കാൽപ്പാടും പല സൈസാണ്. അതൊക്കെ അതൊരു വലിയ ആനയാണ്. അതൊരു മോഴയാനയുണ്ട് ഇതിൻ്റെ കൂടുതൽ. ഇത് മോഴയാട്ടാ. ഇതിൻ്റെ കൂടുതലൊരു മോഴയാനയുണ്ട്. ആ മോഴയാനയാണ് ഇതെല്ലാം തകർത്ത് ഇടുന്നത്. മോഴയാന കേട്ടോ. ഞങ്ങൾ നാർളം ഫാമിൽ പോയപ്പോൾ അവിടുന്ന് ഒരു ചേട്ടൻ പറഞ്ഞതാണ് മോഴയാന പിണ്ടം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഏകദേശം കറക്റ്റ് കേട്ടോ. മോഴയാനയാണ്. ഇതുണ്ട് ഇതിനെല്ലാം ഈ കൊലയെല്ലാം മൊത്തം തിന്നിച്ച് പോയതാണ്. ഇതുപോലെ മൂത്ത കായായിരുന്നു. ആണല്ലേ? അതെല്ലാം ഇതുകൊണ്ടോ ഒരൊറ്റ കായില്ല കൊലയിൽ എല്ലാം പുറത്ത് നിന്നുകൊണ്ടോ ഈ കൊല ആ കൊല അതെല്ലാം തിന്നിച്ച് പോയതാണ്. അതുപോലെ ഈ കാ മൊത്തം തീർത്തല്ലേ? അത് മൊത്തം തിന്നിച്ച് പോയാൽ ഒരു കായ അതിനകത്ത് അവിടെ താഴെ വീണ് പോയതാണ്. ബാക്കി മൊത്തം നിന്നു. ഇതൊക്കെ ആ സ്വർണ്ണമുഖിയുടെ വാഴയായിരുന്നു. അതെല്ലാം അടിച്ച് തകർത്ത് അതുകൊണ്ട് അതേപോലെ നിന്നാൽ വലിയ വാഴയായിരുന്നു. ആ സ്വർണ്ണമുഖിയുടെ വലിയ വാഴയായിരുന്നു. അതെല്ലാം മൊത്തം അടിച്ച് തകർത്തിട്ടേച്ച് പോയാൽ കിടക്കുന്നത്. ഇത് മൊത്തം ഇതാ മറ്റേ സാധനം. മുഴയെന്ന് പറഞ്ഞാൽ ഇത് ഒരു ആനയൊന്നും അല്ലെന്നേ, ഒരു കൂട്ടമാണ് ഇതിങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ചെയ്യുന്നത്. ഒരാനയൊക്കെയാണ് ഇത്രയും വാഴയൊക്കെ തകർത്തിച്ച് പോകും. അല്ല ആ കൂടെ മുഴയുണ്ടെന്നാ പറഞ്ഞു. മുഴയുണ്ട്. മുഴയുണ്ട്, കൊമ്പനും ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. മുഴയുണ്ടെന്ന് അവർ പറഞ്ഞോ? മുഴ നമ്മൾ കാണുന്നല്ലേ? ആണല്ലേ? കണ്ടില്ല അതിൻ്റെ കാൽപ്പാടാണിത്. ഈ വലിയ കാൽപ്പാട് കാണുന്നത് അതിൻ്റെയാ. നാലത്തിന് ചേട്ടൻ കണ്ടല്ലേ? ആന കണ്ടത് നമ്മൾ. എത്ര മണിയായപ്പോഴാണ് രാവിലെ കണ്ടേ? ഇത് രാവിലെ ഞാനൊരു 6 മണിയാകുമ്പോഴത്തേനും ഇന്നലെ എല്ലാ ദിവസവും ഞാൻ 6 മണിയാകുമ്പോഴത്തേനും തോട്ടത്തിൽ വരും ഞാൻ. കാരണം ഇവിടെ ഈ പണിക്കാരെ അപ്പുറത്ത് തോട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 6 മണിയാകുമ്പോഴത്തേനും ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് ഞാനൊക്കെ പോകുള്ളൂ. ഞാൻ നനയ്ക്കാനുള്ള വെള്ളമെല്ലാം കൊടുത്ത് എല്ലാം നനച്ചേ പോകുള്ളൂ. ഞാൻ വരുമ്പോൾ ആന ഇതിനകത്തുണ്ട് നിലവിൽ. അതായത് 6-6:30 അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഓടി അത് ഇവിടുന്ന് നേരെ പോയിട്ടാണ് അപ്പുറത്ത് അവിടെ കയറ്റി വെച്ചത്. അതൊന്നും വനവകുപ്പിൻ്റെ വാച്ചറുണ്ട്. അവിടെ നടന്ന കൂടിയെല്ലാം കൊണ്ട് അവിടെ തോട്ടത്തിൽ കയറി അവിടെ ആ ഇരുപൂളിനെക്കാട്ടിൽ കയറി നിൽക്കുന്നത്. അവിടെ പിന്നെ മുകളിലൊരു പറമ്പുണ്ട്. ആ പറമ്പിൽ കയറി അങ്ങോട്ട് പോയാൽ മുകളിലേക്ക് പോയാൽ അവിടെ നേരെ അപ്പുറം കിടന്നാലേ ഫാം കുറേ ഉണ്ട്. ഇവിടുന്ന് ദൂരമുണ്ട് കുറേ. ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഫാമിലേക്ക് പോകാൻ ഇവിടുന്ന്. ഇതിലാണ് ഇത് കയറി വരുന്നത്. ഇതിലാണ് കയറി വരുന്നത്. ഇത് തീറ്റയിലായിട്ടാണെങ്കിൽ നോക്കിയാൽ ഇത് ഇത്രയും നല്ല ഈറ്റയൊക്കെ ഇവിടെ നിൽക്കുന്നു. ഈറ്റൊന്നും വേണ്ട. ഈറ്റയെല്ലാം തൊട്ടിട്ട് പോലും ഇല്ല. അത് ഒരു ഈറ്റയുടെ ഇല പോലും പറിച്ചു തന്നിട്ടില്ല. അതിനകത്ത് നേരെ കയറി വരുന്നത് വാഴയാണ്. മുളയൊന്നും ആന തിന്നുന്നില്ല. മുളയൊന്നും ആനയ്ക്ക് വേണ്ട. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടു. ഇന്നലെ രാത്രി വന്നെങ്കിൽ ഇക്കര കടന്നില്ല. കാരണം ഇക്കര വരാത്തതെന്ന് വെച്ചാൽ ആനയ്ക്ക് ബുദ്ധിയുള്ള സാധനമാണ്. അതിനറിയാം ഇനി ഞാൻ ഇവിടെ കയറി നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ആളുണ്ടാവുന്നുള്ള അതിനറിയാം. നമ്മളൊന്ന് മറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ശാന്തമായി കഴിയുമ്പോൾ അവർ വീണ്ടും വരും. ഇത് ഇറങ്ങിയ സ്ഥലം കയറി വന്നിടത്ത് അതിൽ തന്നെ ഇറങ്ങിപ്പോരും. അത്ര മൊത്തം കയറി അവിടെ നോക്കിയിട്ട് അതിൽ തന്നെ തിരിച്ചിറങ്ങിപ്പോരും. ഇതിനെ പോയേ? അല്ല തൊട്ടടുത്ത് പുഴയാ. ഇതിലേട്ടോ കയറി വന്നേക്കുന്നത്. ആ പുഴ വഴിയാണ് നേരെ ഇങ്ങ് വരുന്നത്. ഇതിലിങ്ങനെയാ പോയേ? ഇങ്ങനെ പോയിട്ട് പുഴ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. പുഴക്കടയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ കാറ്റ് പിടിക്കാതിരിക്കാൻ ഇതിന് ഒരു സംരക്ഷണമൊക്കെ ആയിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. കാരണം അല്ല ഞാനിത് പാടത്തിനടുത്ത് പറമ്പാ. പാടത്തിനടുത്ത് ചെയ്യുന്നത് ഒഴിവാക്കി. ഈ വർഷം ഈ അടുത്ത മാർച്ച് കൊണ്ട് ഒഴിവാകേണ്ട സ്ഥലമായി. ഞാൻ പാടത്തിൻ്റെ സ്ഥലം എടുത്തിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യലേ. ഇതെല്ലാം നടന്ന് നോക്കിയാ ഞങ്ങൾ കംപ്ലീറ്റ് നടന്ന് നോക്കി. ഇതിനെ തന്നെ വേറെ എന്നെ തിന്നാനുള്ളതെന്നുള്ളത്. ഇടയ്ക്കോടെ 2-3 കപ്പ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ പറിച്ചില്ല. കപ്പയും വാഴയും എല്ലാം ഉണ്ടായിരുന്നു. കപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് പന്നിശല്യം കാരണം ഞാൻ നേരത്തെ പറിച്ച് ഒഴിവാക്കിയതാണ്. പന്നിശല്യം ഉണ്ടല്ലോ? പന്നിശല്യം ഉണ്ടോന്ന്. ഇതാണ് കേട്ടോ ഒരു കർഷകൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കൃഷി ചെയ്താൽ മൊത്തം ആനയ്ക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ. ആനയും പന്നിയും മുള്ളനും ഇല്ലാത്ത ജീവിയൊന്നും ഇല്ല. മനുഷ്യർക്ക് തിന്നാനൊന്നുമില്ല ഇല്ലാത്ത അവസ്ഥയാണ്. ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ അപ്പം തന്നെ അന്നേരം വന്നായിരുന്നു. അല്ല അവർ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ? അവരൊന്ന് നോക്കി അതൊരു നാശപരിഹാരത്തിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി അവരങ്ങ് പോയി. ഇതിൻ്റെ ഇപ്പറേ ഈ സൈഡിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. ഫാമിൻ്റെ സൈഡിൽ മാത്രമേ ഫെൻസിങ് ഉള്ളൂ. അത് മുഴുവൻ പൊട്ടിപ്പറിഞ്ഞ് കിടക്കുക. അതിപ്പോൾ ആരും നോക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ പോർഷോപ്പാണ് നോക്കേണ്ടത്. അവർ തിരിഞ്ഞു നോക്കണമെന്നില്ല.
അത് പൊട്ടിപ്പൊറിഞ്ഞ് കിടക്കും. ഇങ്ങനെ ആരെങ്കിലും പറമ്പിൽ കയറി കഴിയുമ്പോൾ അവർ ഓടി വരുന്നു, അപ്പം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അവർ തിരിഞ്ഞു നോക്കണമെന്നില്ല. അതിന് അവർക്കിപ്പോൾ നാട്ടുകാരുടെ പറമ്പിൽ ആന കയറി വിചാരിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിപ്പം സർക്കാരിൻ്റെ ഖജനാവിൻ്റെ എടുത്തുകാരുടെ പൈസയാണ്, ജനങ്ങളുടെ പൈസയാണ്, നഷ്ടപരിഹാരം കൊടുക്കണം. അവർക്ക് അവരുടെ ശമ്പളം മേടിക്കാന്നുള്ള ഒരു കടമ അവർക്കുള്ളൂ. അത് മേലുദ്യോഗസ്ഥന്മാർക്കായാലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താഴെ കിടക്കുന്ന അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളേ. അതൊക്കെ കാണുമ്പോൾ കൃഷി ചെയ്യാൻ തോന്നൂല. അപ്പോൾ കാണുമ്പോൾ കൃഷി ചെയ്യാന്നല്ല, ഇനി പരിപാടി നിർത്താനാണ് തോന്നുന്നത്. കാരണം നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കാൻ തുടങ്ങി പപ്പയ്ക്ക് എന്തൊരു സൂക്കടാന്ന്. ഇത് ശരിക്കും സ്ഥലം പാലപ്പുഴ തന്നെയാണ്. പാലപ്പുഴ കൂടലാടെന്ന് പറഞ്ഞ സ്ഥലമാണ്. കൂടലാടല്ല, കൂടലാടെന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഞാനിത് ആദ്യം വാഴ വെച്ച് കഴിഞ്ഞ് പച്ചക്കറി ഇട്ടു. പച്ചക്കറി കഴിഞ്ഞിട്ട് അതിനകത്ത് കപ്പ ഇട്ടു. കപ്പയെല്ലാം പറിച്ചെടുത്താ. കപ്പ പന്നിശല്യം കാരണം ഞാൻ നേരത്തെ പറിച്ച് കൊടുത്ത് ഒഴിവാക്കി. അതിനകത്ത് രണ്ടു കൂടെ ഇപ്പോഴും നിൽക്കുന്നവിടെ. നമ്മളതെല്ലാം ജൈവ രീതി ചെയ്തോ. ഞാൻ ഒരു രാസവള കാര്യങ്ങളൊന്നും ഉപയോഗിക്കും. ഇതുകൊണ്ടോ, ഇത് ഞാൻ യൂറിയയും ചാണകം കൂടി കലക്കി വെച്ച സാധനം. ഇത് ചാണകം യൂറിയയും കൂടെ കലക്കി വെച്ച് ഇതാണ് നമ്മൾ കോരി വയ്ക്കുന്നത്. ഈ സാധനം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യല്. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ജൈവ കർഷകരുടെ അവാർഡ് എനിക്ക് മറ്റേ രാസവളമായിരിക്കും. അല്ലല്ല, രാസവളമല്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ജൈവ കർഷകരുടെ അവാർഡ് എനിക്കായിരുന്നു ഇവിടെ. ഇവിടെ കണ്ണൂർ ജില്ലയില അല്ല, മുഴക്കുന്ന് പഞ്ചായത്തിലെ മുഴക്കുന്ന് കൃഷിഭവനിലെ ജൈവ കർഷകരുടെ അവാർഡ് എനിക്ക് നല്ല കർഷകനുള്ള അവർ എന്നെ തിരഞ്ഞെടുത്ത് തന്നെയാണ്. പക്ഷെ എങ്ങനെ പണിയെടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് തിന്നാൻ ജീവിക്കാൻ പറ്റിയല്ലോ അല്ലേ. ഇതുകൊണ്ട് അവിടെ അല്ല, ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല. ഇപ്പോൾ ജൈവ കൃഷി ചെയ്തെന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളിൽ നിന്ന് പോകുന്നത് ജനങ്ങൾക്ക് കിട്ടിയല്ല, നമ്മുടെ നാട്ടിലോട്ട് കിട്ടിയല്ല. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് കൊണ്ട് തിന്നിട്ടേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമുക്ക് വിഷമുള്ളതുണ്ടെങ്കിൽ വിഷമുണ്ടെങ്കിൽ നമുക്ക് അടക്കം വരുള്ളൂ. നമ്മളൊന്നും ഇനി നമ്മുടെ വരും തലമുറയൊന്നും ഇത് ചെയ്യാനും പോകുന്നില്ല. എല്ലാം മുഴുവനും ഇങ്ങനെ തന്നെ മേടിച്ച് തിന്നേണ്ടി വരും. കാരണം മുട്ടിന് ഡയാലിസിസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഉറപ്പുള്ള കാര്യം അത്, 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇതെല്ലാം കർഷകരെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുക. എന്ത് കൃഷി ചെയ്യണ്ടേ? ഇപ്പോൾ ഇങ്ങനെയുള്ള വാഴക്കൃഷിയോ അല്ലെങ്കിൽ കപ്പ കൃഷിയോ അങ്ങനെയുള്ള കർഷകങ്ങൾ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് ജനങ്ങൾക്ക് അങ്ങോട്ട് ഉപകാരമുള്ളൂ. അതിനകത്ത് ഇപ്പോൾ കുറേ കുരുമുളകും ഇതൊക്കെ അണ്ടിയും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കയറ്റി പോകുന്ന സാധനങ്ങളാണ്. അല്ലെ കുറഞ്ഞതുമല്ല നമ്മൾ ഉപയോഗിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ. നമുക്ക് ഭക്ഷണമല്ല ആവശ്യം. അത് നമുക്കിവിടെ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ, ഒരു കാരണവശാലും. ഒന്നും മൃഗങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ശല്യം. അതിന് ഇപ്പം വന്നാൽ തന്നെ ഒരു കർഷകനെ ഒന്ന് സഹായിക്കണമെന്ന് വെച്ചാൽ തന്നെയും ഒരാൾ സർക്കാരൊന്നും ഒരു കാരണവശാലും അതിനകത്ത് വരികയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വാഴക്കൃഷി ചെയ്തിട്ട് എൻ്റെ 100-150 വാഴ ഇൻഷൂർ ചെയ്ത് ഞാൻ കാറ്റടിച്ച് പോയി. ഞാൻ അപേക്ഷ വെച്ചിട്ട് ഇന്ന് വരെ അതിന് 10 പൈസ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2 വർഷം ഇൻഷൂർ ചെയ്താൽ ഞാൻ ഇൻഷൂർ ചെയ്തിട്ട് ഞാൻ അക്ഷയ വഴി അപേക്ഷയും കൊടുത്താൽ ഒരു 10 പൈസ ഇതുവരെയും കിട്ടിയില്ല. അതെല്ലാം പോട്ടെന്ന് വെച്ചാൽ രണ്ടാമത് ഞാൻ ഇക്കൊല്ലം വീണ്ടും ചെയ്തു. അതിപ്പോൾ ഇങ്ങനെ ആന കുറേ. പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്? എങ്ങനെ കൃഷി ചെയ്യാൻ തോന്നും? പിന്നെ നമ്മൾ പണ്ട് മുതലേ പഠിച്ച പണിയായതാ. കാരണം ഞാൻ 17 വയസ്സായപ്പോൾ മുതലേ ഞാൻ കൃഷിപ്പണി തുടങ്ങി. എനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. 17 വയസ്സായപ്പോൾ മുതലേ ഞാൻ കൃഷിപ്പണി ചെയ്യുന്നവനാണ്. എനിക്ക് വലിയൊന്നും സമ്പാദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളങ്ങനെ നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കാത്തൊരവസ്ഥയുണ്ട്. പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ 17ാമത്തെ വയസ്സിലൊക്കെ വെച്ചാൽ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ വാഴക്കൊലയ്ക്ക് 3 രൂപ 4 രൂപ വിലയൊക്കെ ഉള്ളത്. പിന്നെ 1 കിലോ കാ കൊണ്ട് കണ്ണൂർ കൊണ്ട് കൊടുത്താൽ ആ കാലം തൊട്ട് ഞാൻ കൃഷി ചെയ്യുന്നവനാണ്. അന്നൊക്കെ ഇതുപോലെ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു സാധനം കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒന്ന് ചെറിയ പൈസ അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു ഇതില്ല. കിട്ടിയെന്ന് പറയാം. ലോട്ടറി എടുക്കുന്ന പോലെയാ. അത്ര ഉള്ളൂ ഇതിനകത്ത് കേസ് കിട്ടി. ഇവിടെ അടുത്ത ഏരിയയിലൊന്നും ആർക്കും കൃഷിയില്ല. ഒരാളും കൃഷി ചെയ്യാൻ തയ്യാറില്ല. ആരെങ്കിലും വീട്ടിൽ 1-2 വാഴ വെച്ചെന്നല്ലാതെ ഒരാളിത് ചെയ്യാൻ തയ്യാറില്ല. ഇതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ കുലച്ച് കഴിക്കുന്ന വാഴയാണ്. അതിപ്പോൾ ഇന്നലെ നാളെ അത് തകർക്കും. അത് ഉറപ്പാണ് തകർക്കും. അത് ഇങ്ങനെ വരാനാണെങ്കിൽ ആന ഇനി വരുമല്ലോ. പിന്നെ വരില്ല, ആന ഉറപ്പായിട്ടും വരും. ആനയെ തീർക്കാതെ ഇനി പോകില്ല കണ്ടു കഴിഞ്ഞാൽ. അതൊരു വല്ലാത്ത അവസ്ഥ കേട്ടോ. കൃഷി ചെയ്തിട്ട് ഇതുപോലെ നിൽക്കുന്നൊരു വാഴ നാളെ ആന കളയും എന്ന് ആ ചേട്ടൻ പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിയുടെ നേരെയുള്ള ഒരു ചോദ്യം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുകയാണ് നാളെ ആന എന്തായാലും വരും, ഇതെല്ലാം നശിപ്പിക്കും എന്ന് മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം വിഷമത്തിൽ നിന്നാണ് ആ ചേട്ടൻ ആ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് കേട്ടോ. മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കർഷകൻ്റെ രോദനമാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. വളരെ ഭീകരമായ ഒരവസ്ഥ, വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. അത് ആ കാഴ്ചകൾ കണ്ട് നിൽക്കാൻ തന്നെ നമുക്ക് സാധിക്കില്ല. അതുപോലെ ആക്കിയിട്ടിരിക്കുന്ന ആ പറമ്പ് നിങ്ങൾ കണ്ടാണല്ലോ. എത്ര വാഴകളാണ് നശിപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആന വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ് ആ ചേട്ടൻ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും
ഒന്നും നമുക്ക് അവരോടൊന്നും പറയാനില്ല. അവർ പറയുന്നതിന് നമുക്കൊരു മറുപടി പോലും പറയാനില്ല. അവർ പറയുന്നത് കേട്ട് നിൽക്കുക എന്നല്ലാതെ ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം കർഷകർ കഷ്ടപ്പെടുന്ന ഒരു നാട് ഈ നാട്ടിൽ കാണില്ല. അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്തെവിടെയും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർഷകർ ഇതുപോലെ അവഗണിക്കുന്ന ഒരു നാട് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കർഷകരോട് പെരുമാറുന്നത്. കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുമ്പോൾ പോലും കർഷകരെ ഭയങ്കര അവഗണിക്കലാണ് മൊത്തത്തിൽ. പണ്ട് കാർഷിക മേഖലയായിരുന്നു ഏറ്റവും വലിയ നട്ടെല്ല്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ അതിനെക്കാട്ടും വരുമാനം കിട്ടുന്ന പരിപാടി മൃഗങ്ങളെ വളർത്തുക എന്നുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്നതും കർഷകർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഏതായാലും വലിയ കഷ്ടത്തിൽ തന്നെയാണ് കർഷകരുള്ളത്. പിന്നെ ഇപ്പോൾ ഭാവിയിലൊക്കെ ആളുകൾക്ക് പണ്ടൊക്കെ കാർഷിക മേഖലകൾ വലിയ ആളുകൾ എസ്റ്റേറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇനിയിപ്പോൾ മൃഗങ്ങളെ വളർത്താനും ഇതുപോലെയുള്ള ഓപ്ഷൻസ് സാധാരണക്കാർക്കൊക്കെ കൊടുക്കുമായിരിക്കും. അതല്ലാണ്ട് അങ്ങനെ ആയിരിക്കും ഇനി ഭാവിയിലെ തലമുറയൊക്കെ മുന്നോട്ട് പോവുക. ഏതായാലും വലിയ കഷ്ടത്തിൽ തന്നെയാണ്. കർഷകൻ്റെ വയറ് നിറയുന്നില്ലെങ്കിലും കാട്ടാനകളുടെ വയറ് നന്നായി നിറയുന്നുണ്ട്. കാട്ടാനകൾ വളരുന്നുണ്ട്. കാട്ടാനകൾ നന്നായിട്ട് പെരുകുന്നുമുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു.